റിയൽമിയുടെ റിയൽമി നോട്ട് 50 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ചില ഇമേജസും കാര്യങ്ങളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നോട്ട് 50 4G എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി നോട്ട് 50 4Gയിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല, HD റെസൊല്യൂഷൻ ആയിരിക്കും വരിക. പിന്നെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസൈൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. അതും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ഫോണിൽ ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഫോണിൽ വരിക. എക്സ്ട്രാ ആയിട്ട് 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. ഫോണിൻ്റെ തിക്നെസ് വരിക 7.99 mm ആയിരിക്കും. പിന്നെ IP54 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഈ ഫോണിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ വേരിയൻറ്റും ലോഞ്ച് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T612 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണുകൾക്ക് അത് ഓക്കെയാണ്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 13 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. രണ്ടാമത് 0.8 MP ഒരു ക്യാമറ സെൻസറും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം ഓൺ പേപ്പർ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി 5000 mAh വന്നേക്കാം. പിന്നെ ചില സർട്ടിഫിക്കേഷൻ സൈറ്റുകളിൽ ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 4890 mAh എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് മിനിമം ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കാനാണ് സാധ്യത. അപ്പം ഓൺ പേപ്പർ 5000 mAh ബാറ്ററി വരാൻ തന്നെയാണ് ചാൻസ്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും ഈ ഫോണിൽ വരിക. പക്ഷേ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരാത്തത് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ആയിരിക്കും ഈ ഫോണിൽ വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 24 ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ആ ഒരു ദിവസം മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കില്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യുക, ഗ്ലോബൽ മാർക്കറ്റിലായിരിക്കും ആ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില 8000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം 7000 to 8000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റിയൽമിയുടെ റിയൽമി നോട്ട് 50 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.